ഏതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നമ്മള് പയർ ചെയ്തിട്ടുണ്ട്. യൂണിസെമിന്റെ മത്തനാണ് ഇത് ചെയ്തിട്ടുള്ളത്. പൊതുവെ ഇപ്പത്തെ ജനറേഷൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മലപ്പുറം വേങ്ങരയുള്ള പാലച്ചർമാട് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നമുക്ക് നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരു കർഷകനുണ്ട്, ഹംസാക്ക എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുക. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ, അദ്ദേഹത്തിൻ്റെ കൃഷി വിശേഷങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹം, പാലച്ചർമാടുള്ളതാണ്, ഹംസാക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഏകദേശം 10-30 ഏക്കറോളം കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഴയും പയറ്, വെണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അവിടെ എന്തൊക്കെ കൃഷിയാണ് മൂപ്പര് ചെയ്യണത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ പയർ ചെയ്തിട്ടുണ്ട്. 1 ഏക്കർ സ്ഥലത്തും മാറുപയർ, വലിയ പയർ ചെയ്തു. വലിയ പയർ, നമ്മളെ മീറ്റർ പയർ. പിന്നെ നമ്മളൊരു അപ്പുറത്തൊരു 1/2 ഏക്കറിന്റെ കുക്കമ്പർ ഉണ്ട്. നമ്മളെ കക്കരി ഇവിടെ കക്കരി പറയും, കുക്കമ്പർ പറയും. ഈസ്റ്റ് വെസ്റ്റിന്റെ കമ്പനിയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ വെണ്ട ഇട്ടുണ്ട് 1 ഏക്കർ സ്ഥലത്ത്. പിന്നെ 1 ഏക്കർ സ്ഥലത്ത് മത്തന്, ചെരങ്ങ, ഒറൈറ്റ് അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് വാഴയാണ് കൂടുതലായിട്ട്. നമുക്ക് ഒരു 5 ഏക്കർ വാഴ, നേന്ത്രവാഴ ഉണ്ട്, റോബസ്റ്റ് ഉണ്ട്, നേന്ത്ര ഉണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇപ്പം നെൽകൃഷിന്റെ സീസൺ തുടങ്ങാൻ പോകുന്നത്. ഇപ്പം നാറൊക്കെ നമ്മൾ പോയി നെല്ലിന്റെ പണിയിലാണ് തുടങ്ങുന്നത്. ഇപ്പം 2 മാസം കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം നെല്ലാണ്. പിന്നെ നെല്ല് കഴിഞ്ഞിട്ടാണ് നമ്മൾ തണ്ണിമത്തം നമുക്ക് തുടങ്ങുന്നത്. തണ്ണിമത്തങ്ങളാണ് നമ്മളെ മെയിൻ കൃഷി. 10-20 ഏക്കറിൽ തണ്ണിമത്തം ചെയ്യും. ഇവിടെ ഈ ഏരിയയിൽ കൂടുതലായി ചെയ്യുന്ന ഞാൻ തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഫുൾ ടൈം പച്ചക്കറിയാണ്. 4-5 പണിക്കാർ, 3 റീസക്കാർ പണിക്കാരുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് അവിടെ കുറച്ച് മീനും മീൻ വളർത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു, എന്നെ വളപ്പെടുത്തിനു. അത് ഞാൻ കണ്ടു. രണ്ടാമത് ചെയ്ത് നമ്മൾ കുട്ടികളെ കൊടുത്തിട്ട് 1 മാസമായി തുടങ്ങി. 1 മാസമായി. ഇനി ഒരു 4 മാസം കഴിഞ്ഞ് നമുക്ക് വിളവെടുക്കാം. 5 മാസം കൊണ്ട് വിളവെടുക്കാം. പിന്നെ പൂത്തും ഉണ്ട് അല്ലേ? പൂത്ത് പിന്നെ നമ്മൾ അതിന്റെ ദീക്കള വളത്തിന് ആവശ്യമുള്ള പൂത്ത് നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്കുള്ള മുടി കച്ചിലൊക്കെ വരുമ്പോൾ അത് കൊടുക്കാം. 2 പോത്തുകൾ സ്ഥിരമായിട്ടുണ്ടാകും. നമുക്ക് ഇതിക്ക് വളമാണല്ലോ, ചാണകം കലക്കാൻ വേണ്ടിയിട്ടുള്ള. ഏകദേശം 5000 വാഴയാണ്. നേന്ത്ര കൊല്ലംകോട്ടയാണല്ലേ? കൊല്ലംകോട്ടയാണ്. 12 മാസമാവും. 12 മാസം വെട്ടാൻ. ഏകദേശം ഒരു കൊല 30 കിലോ 35 കിലോ തൂക്കും. 35 കിലോ കിട്ടൂലേ? അപ്പൊ ഇത് അത്യാവശ്യം നമുക്ക് മാർക്കറ്റ് ഉള്ളൊരു ടൈപ്പും കൂടിയാണ് തോന്നുന്നത്. ടൈപ്പാണ്. എന്നുവെച്ചാൽ താങ്ങ് കൊടുക്കണം, കാല് നിർബന്ധമാണ്. പിന്നെ 12 മാസമാവും വെട്ടണമെങ്കിൽ. വെച്ച് 12ാമത്തെ മാസം അത് വെട്ടുള്ളൂ. ഇത് ആദ്യം വെക്കുമ്പോൾ ആദ്യം നമ്മൾ അടിയിൽ ചാണകപ്പൊടിയും കോഴിവളം കാര്യം കൊടുക്കണം. നല്ല ജൈവവളം നല്ല കൊടുക്കണം, രാസവളം കൊടുക്കണം. നല്ല നോട്ടം നോക്കുമോ എങ്കിൽ 30 കിലോ കിട്ടും. അതല്ല മോശപ്പെട്ട നോട്ടാണെങ്കിൽ 10 കിലോ ചോട്ട വരും. അതിനനുസരിച്ചേ കിട്ടുള്ളൂ. അപ്പൊ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക് എല്ലാം ഇട്ട് വളം ചെയ്ത് മണ്ണിട്ട് പോവാണ്. ഒന്നായിട്ട് മണ്ണിട്ട് ചെയ്തു. ഇത് ഈ കാണുന്നത് നമ്മളെ ഇത് തറി കൊടുക്കാനാണ്, അതായത് കുത്തു കൊടുക്കാൻ, വാഴക്ക് കുത്തു കൊടുക്കാനാണ് കൊടുന്ന് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ വാഴയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് മൂപ്പര് പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം 1/2 ഏക്കറോളം കക്കരി ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏതാ വെറൈറ്റി എന്ന് മൂപ്പരോട് ചോദിക്കാം. നമ്മുടെ ഈസ്റ്റ് വെസ്റ്റിന്റെ കമ്പനിയാണ്. ഈസ്റ്റ് വെസ്റ്റ് കമ്പനിന്റെ നാസിയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷ് സാധനം, നല്ല മാർക്കറ്റ് ഡിമാൻഡുള്ള സാധനമാണ്. നല്ല ഡിമാൻഡ് ഉണ്ട് ഈ സാധനത്തിന്. അത്യാവശ്യം 1/2 ഏക്കറോളം ചെയ്തിട്ടുണ്ട് കക്കരിക്ക മാത്രം. അപ്പോൾ ഈ മത്തൻ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇത് നമുക്ക് മൂപ്പരോട് ചോദിക്കാം ഏതാ വെറൈറ്റി ചെയ്തിട്ടുള്ളത്. ഇത് ഏതാണ് നമുക്ക് വെറൈറ്റി ചെയ്തിട്ടുള്ളത്? യൂണിസെമിന്റെ മത്തനാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആരും ഇത് പന്തല് ചെയ്യലില്ല, ഇതെല്ലാവരും നിലത്താണ് ചെയ്യല്. നമ്മൾ വെറൈറ്റി ആയിട്ട് ഇത് പന്തല് ചെയ്ത് നല്ല ഫിനിഷ് കിട്ടും. നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. മറ്റേ മണ്ണിൽ വെക്കുമ്പോഴുള്ള ആ പാടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാഹിക്കോ എന്ന് പറയും. ചെറുങ്ങന്റെ മാഹിക്കോ പറഞ്ഞ വെറൈറ്റിയാണ്. നല്ലല്ലായി യൂട്യൂബിൽ ഇങ്ങനെ ഇവിടുത്തെ നമ്മളെ മലേഷ്യ ആണോ ഇനി ആ രാജ്യക്കാരാണ്. ഓല് എത്ര എളുപ്പം, ഞാനിത് ആദ്യം ചൂട് കെട്ടിയില്ലേ, ഓല് എത്ര എളുപ്പമായി നൂല് കെട്ടിണ്ട് അറിയോ. ഇതിങ്ങനെ കെട്ടിക്കാണ്ട് ഇങ്ങനെ എക്സ് ഷേപ്പിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടുപോകണം. അപ്പൊ പയർ നമുക്ക് പിടിച്ചെടുത്ത നേരെ പെട്ടെന്ന് കയറിപ്പോ. അപ്പോൾ മൂപ്പരോട് നമുക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പോൾ ഞങ്ങളെ പോലത്തെ ചെറിയ മക്കളൊക്കെ നിങ്ങൾക്ക് കൃഷിയായിട്ട് താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നില്ല. പൊതുവെ ഇപ്പോഴത്തെ ജനറേഷൻ വരുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓരോടൊക്കെ പറയാനുള്ളത്? എല്ലാവരും കൃഷിക്ക് വരണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ കുട്ടികളെ ഇപ്പോൾ ഫോണും പോലെ ഓരോ കാര്യങ്ങളായിട്ട് കൃഷിക്ക് പറഞ്ഞാൽ പുതിയ തലമുറ ആരും വരണം.
എങ്കിലത് നിലന്ന് പോകുള്ളൂ. ഇത് അത്യാവശ്യം നമുക്ക് നമ്മളെ കാര്യങ്ങളും നമുക്ക് എല്ലാം കഴിഞ്ഞ് പോവാം. ഞാനെല്ലായിട്ട് ഒരു 10-20-25 വർഷമായി ഞാൻ വെച്ച് തുടങ്ങിയിട്ട്. നമുക്കിതിൽ നിന്ന് എല്ലാ സംഗതിയും നടന്നു പോകും. അപ്പോൾ ഇത് കൃഷി ഒരിക്കലും നഷ്ടമല്ല. കൃഷി മര്യാദക്ക് നോക്കിയാൽ ലാഭമുള്ള പരിപാടിയാണ്. ഇപ്പൊ ചളിക്ക് ഇറക്കാൻ ആളെ കിട്ടൂല. അതാണ് സത്യം. ചളി മെത്താക്കാൻ പാടില്ലാത്ത പൈസ വേറെ നിലക്ക് പൈസ കിട്ടുമ്പോൾ പോലെ അതിന് നമ്മളിതിന് ആദ്യത്തെ പാരമ്പര്യമായിട്ട് വാപ്പമാരുള്ള അതിലെ കൃഷിയായിട്ട് വന്നതോടുകൂടി നമ്മളെ പ്രതിക്ക് വന്നു. എന്നാലും ഇത് ഹൈടെക് ആയിട്ടൊക്കെ ഫുള്ളായിട്ട് ഒക്കെ ലാഭമല്ല. എങ്ങനെ ചെയ്യാൻ ലാഭം ഹൈടെക് ആയിട്ട് ചെയ്യാൻ കഴിയില്ല. അല്ല അപ്പോൾ നമുക്ക് നനക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ട്രിപ്പ് ചെയ്യാൻ പോകണം. 2 മാസം കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ട്രിപ്പ് ഇടും, പൈപ്പ് ഇടും. വെച്ചിട്ടിപ്പോൾ 3 മാസമായിട്ടുള്ളൂ വായിച്ചു. ഒരു 5 മാസം ഇപ്പോൾ നമ്മൾ മഴ കഴിഞ്ഞാൽ മഴയുടെ സീസൺ കഴിഞ്ഞാൽ അപ്പോൾ നനക്കണമെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ഇറിഗേഷൻ അപ്പോൾ പൈപ്പ് കല്ലിനൊക്കെ കംപ്ലീറ്റ് വലിച്ചിട്ടുണ്ട്. പൈപ്പാണ് ഇനിയിപ്പോൾ പൈപ്പ് കൊടുക്കണം, പണി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ ജനറേഷനോട് നമുക്ക് പറയാനുള്ളത് കൃഷിയൊക്കെ എല്ലാവരും ഇറങ്ങണം. കുറച്ചെങ്കിലും ഇപ്പോൾ അത് ഇത് തൊഴിലായിട്ട് ചെയ്യണം പരിപാടിയില്ല. കൃഷി ചെയ്തൂടെ? നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പഴയമാരില്ലല്ലോ. എല്ലാ സംഗതികളും നമുക്ക് യൂട്യൂബിലാണെങ്കിൽ ചെയ്യാം. ഇനി അതൊന്നും വേണ്ടെങ്കിൽ അടുത്തുള്ള വളം ഡിപ്പോസിൽ ചെന്നാലും പറഞ്ഞു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് അങ്ങനെ എടുക്കാമല്ലോ. ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. വീട്ടിൽ നമ്മളെ ആവശ്യത്തിനെങ്കിലും കുറച്ച് പച്ചമുളക്, തക്കാളി അങ്ങനത്തെങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ് നമുക്കൊക്കെ ഒരു ഒപ്പീനിയൻ ഉള്ളത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഫുൾ വിശേഷങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നതാണ്. അടുത്ത 2 മാസം കഴിഞ്ഞാൽ ഡ്രിപ്പും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മൂപ്പര് ഒന്നും കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്.